എന്നോടിപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് നന്നായി പെരുമാറണമെങ്കിൽ ഞാൻ നല്ല വാക്ക് സംസാരിക്കണ്ടേ? ഞാൻ നല്ല വാക്ക് സംസാരിക്കാതിരുന്നാൽ എന്നോട് മറ്റുള്ളവർ നല്ല വാക്ക് സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കാമോ? നമ്മൾ പറയുന്നത് ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന്. അല്ലാണ്ട് ആദ്യം ടേക്ക് റെസ്പെക്റ്റ് ആൻഡ് ഗിവ് റെസ്പെക്റ്റ് എന്നല്ല. നമുക്ക് ബഹുമാനം കൊടുത്തു വാങ്ങേണ്ട ഒന്നാണ്. അപ്പോൾ നമുക്ക് ഈ അമ്മയുടെ പ്രാധാന്യം എന്താണ് ഈ മേഖലയിൽ എന്നുകൂടി നമുക്ക് നോക്കാം. വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണിത്. എങ്കിലും ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. മന്ത്രം ഞാനൊന്ന് ചൊല്ലാം. വളരെ മനോഹരമായ ഒരു മന്ത്രമാണ് ഇത്. അഥർവവേദത്തിലെ 1-ാം കാണ്ഡത്തിൽ 28-ാമത്തെ സൂക്തത്തിൽ 3-ാമതായി വരുന്ന മന്ത്രമാണ്. ഓം യാ ശശാപ ശപനേന യാഘം മൂരമാദധേ യാരസസ്യ ഹരണായ ജാതമാരേഭേ തോകമത്തുസാ. ഈ അഥർവവേദ മന്ത്രത്തിൽ പറയുന്നത് എന്തെന്നറിയാമോ? ഏതൊരു അമ്മയാണോ ശാപവാക്കുകളാൽ അന്യരെ ശപിക്കുന്നത്, ശ്രദ്ധിക്കണം, ഏതൊരമ്മയാണോ ശാപവാക്കുകളാൽ അന്യരെ ശപിക്കുന്നത്, ഏതൊരമ്മയാണോ അന്യരുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് സ്വയം പാപകർമ്മങ്ങളെ ധരിക്കുന്നത്, ശ്രദ്ധിക്കുക, ഏതൊരു അമ്മയാണോ ശാപവാക്കുകളാൽ അന്യരെ ശപിക്കുന്നത്, ഏതൊരു മാതാവാണോ അന്യരുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് സ്വയം പാപങ്ങളെ ധരിക്കുന്നത്, ഈ രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. അന്യരെ ശാപവാക്കുകളാൽ ശപിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾ കേൾക്കും. അമ്മയുടെ മഹത്വം നഷ്ടപ്പെടും. മാതാവ് എന്ന് പറഞ്ഞാൽ നിർമ്മാതാവാണ്. ഒരു കുഞ്ഞിനെ നിർമ്മിക്കുന്നത് അമ്മയാണ്. ഗർഭത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് കാര്യമില്ല. അനേക വിധങ്ങളായ സംസ്കാരങ്ങൾ അമ്മയുടെ നാക്കിലേക്ക് നോക്കിയാണ് കുഞ്ഞു പഠിക്കുന്നത്. സ്വാഭാവികമായും ഏതൊരമ്മയാണോ അന്യരെ ശപിക്കുന്നത്, ശാപവാക്കുകൾ കൊണ്ട് അങ്ങനെ കലഹിക്കുന്നത്, ഏതൊരമ്മയാണോ അന്യരുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് സ്വയം പാപകർമ്മങ്ങളെ ധരിക്കുന്നത്, വളരെ പ്രധാനമാണ്. പാപകർമ്മങ്ങളെ ധരിക്കുക. ഏതൊരമ്മയാണോ അന്യരുടെ ആനന്ദത്തെ അവരിൽ നിന്നും എടുത്തു കളയുന്നതിനായി പ്രയത്നം ആരംഭിക്കുന്നത്, ശ്രദ്ധിക്കുക. ശാപവചനങ്ങൾ, മറ്റുള്ളവരോട് കലഹം, അവരെ നശിക്കാൻ വേണ്ടിയിട്ടുള്ള ശാപങ്ങൾ, അന്യരുടെ ആനന്ദത്തെ എടുത്തു കളയുന്നതിനായിട്ടുള്ള പ്രയത്നം, അങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ, അമ്മമാർ, അവർ തനിക്ക് ജനിച്ച കുഞ്ഞിനെ തന്നെ സ്വയം ഭക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. തൻ്റെ കുഞ്ഞിനെ തന്നെ സ്വയം ഭക്ഷിക്കുന്നു. ഈ സ്വയം ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ തന്നെ അർത്ഥം എടുക്കരുത്. അതാണ് നമ്മൾ ഈ സംസ്കൃതത്തിൽ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞതെന്നറിയോ? കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നവരാണ് അത്തരം അമ്മമാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. അതായത് വീട്ടിൽ നിന്ന് അമ്മമാർ മറ്റുള്ളവരെ ശപിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അവർ നശിച്ചു പോട്ടെ, ഇവരിങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിലുള്ള ശാപവാക്കുകൾ പറയരുത്. അതിനായി പരിശ്രമിക്കരുത്. കുഞ്ഞുങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. വേറൊരാളുടെ ആനന്ദത്തെ നശിപ്പിക്കുന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ പെരുമാറുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ടൊരു പാഠമുണ്ട്. അത് തൻ്റെ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്ന് പഠിക്കാം. കാരണം എന്താണ്? കുട്ടികൾ കൃത്യമായ നിരീക്ഷണത്തോടെ അമ്മയെയും അച്ഛനെയും അമ്മായി അമ്മയെയും മുത്തശ്ശിയെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കൃത്യമായി നിരീക്ഷിച്ച് ക്യാമറയിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. എത്രയോ ക്യാമറകളാണ് ഒരു വീട്ടിൽ. നമ്മളെ കാണുന്ന, നോക്കുന്ന, നിരീക്ഷിക്കുന്ന ക്യാമറകൾ, കുട്ടികൾ, അവർ ഇതെല്ലാം കാണുന്നുണ്ട്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.